ആർഷ്ടിഷേണൻ്റെ ആശ്രമത്തിൽ വന്ന് ധർമ്മപുത്രരെയും പാണ്ഡവരെയും സന്ദർശിച്ചതിന് ശേഷം ദേവേന്ദ്രൻ തൻ്റെ രഥത്തിൽ തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങി. ധർമ്മപുത്രർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് കിട്ടുകയും ചെയ്തു. 15ഓളം ദിവ്യായുധങ്ങളും ശരീരരക്ഷയ്ക്കുള്ള വർച്ചസ് എന്ന കവചവും ആയുസ്സിനെ പെരുപ്പിക്കുന്ന മാല്യവും സവർണ മാല്യവും ദേവദത്തം എന്ന ശംഖും കിട്ടിയതോടുകൂടി അർജുനൻ്റെ അജയ്യതയിൽ അദ്ദേഹത്തിന് പരിപൂർണമായ ഉറപ്പ് സിദ്ധിച്ചു. ഇതോടുകൂടി 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആർഷ്ടിഷേണൻ്റെ ആശ്രമത്തിൽ 4 വർഷം പിന്നീട് താമസിക്കും. ആ 4 വർഷത്തെ സംഭവങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുകയാണ് വ്യാസൻ. 9 വർഷം പൂർത്തിയാകുമ്പോൾ ആർഷ്ടിഷേണ ആശ്രമത്തിൽ നിന്ന് അവർ വീണ്ടും ഗന്ധമാദന പർവ്വതത്തിൻ്റെ പള്ളയ്ക്കാണ് ആർഷ്ടിഷേണൻ്റെ ആശ്രമം. അവിടെ നിന്ന് വീണ്ടും താഴേക്കിറങ്ങി നേരത്തെ 17 ദിവസം താമസിച്ച വൃഷപർവാവിൻ്റെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. അവിടെ നിന്ന് വീണ്ടും താഴത്തേക്കിറങ്ങി നിഷാദ രാജാവായ സുബാഹുവിനെ സന്ദർശിക്കും. സുബാഹു ഇവരുടെ പക്ഷത്താണ് യുദ്ധത്തിൽ ചേരുന്നത്. അദ്ദേഹത്തെയും സന്ദർശിച്ചിട്ട് വീണ്ടും താഴത്തേക്കിറങ്ങി യൂപകേതു എന്നും വിശാഖയൂപം എന്നും പേരുള്ള, യൂപം എന്ന് വെച്ചാൽ കുറ്റിയാണ്, വിശാഖയൂപം എന്നു പേരുള്ള രാഷ്ട്രത്തിൽ വന്ന്, അവിടുത്തെ രാജാവിൻ്റെ പേര് പറയുന്നില്ല, വിശാഖയൂഥാധിപൻ എന്നേ പറയുന്നു. അവിടെ വന്ന് 1 വർഷം താമസിക്കും. അത് പാണ്ഡവരുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ കാലമാണ്. വിഷാദ ചിന്തകളൊന്നുമില്ലാതെ ധർമ്മപുത്രർ തപസ്സിൽ മുഴുകി വേദപാരായണത്തിലും വിദ്യാഭ്യാസത്തിലും, വിദ്യ എന്ന് വെച്ചെന്നാൽ പരാവിദ്യയുടെ അഭ്യാസത്തിലും മുഴുകി അദ്ദേഹം ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സുവർണഘട്ടം, സുവർണ കാലയളവ് എന്ന് പറയാവുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭീമന് തോന്നി, വെറുതെ ഇരിക്കുകയാണല്ലോ, അങ്ങനെ വെറുതെ ഇരുന്ന് നീരസവും വിരസതയും തോന്നിയിട്ട് അദ്ദേഹം വിചാരിച്ചു ഒന്ന് കാട്ടിലേക്കൊക്കെ ഇറങ്ങിയ ഈ ആശ്രമത്തിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് അർജുനൻ്റെ കൂടെ ഇരിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. ഈ 5 വർഷത്തെ വിയോഗത്തിൻ്റെ അതുകൊണ്ടിരുന്ന് പലതും നേരത്തെ പറഞ്ഞിട്ടില്ലാത്ത പലതും ഒക്കെ അർജുനൻ പറഞ്ഞു കൊടുത്തു എന്ന് വർണ്ണിക്കും. എന്ത് പറഞ്ഞു കൊടുത്തു എന്നല്ല, പറഞ്ഞു കൊടുത്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംഭവങ്ങളുടെ കാലത്തിൻ്റെ വർണ്ണന പോകും. വസന്തകാലത്തിൻ്റെ ആഗമത്തിൽ ഭീമന് തോന്നി കാട്ടിലേക്ക് വന്നിറങ്ങി നടക്കാം. ധാരാളം പൂക്കൾ കാണാം, കായ്കൾ കാണാം, വനത്തിൻ്റെ ഭംഗി കാണാം. അപ്പോൾ ചിലടത്ത് ദൂരെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ തീ ആളിക്കത്തുന്നതായിട്ട് തോന്നും. അടുത്ത് നിന്ന് നോക്കുമ്പോൾ ചെറിയ വൃക്ഷമാണ്, അത് പൂത്ത് നിൽക്കുകയാണ്, തീയുടെ നിറവാണ്. അപ്പോൾ ദൂരെ നിന്ന് നോക്കി എന്നാൽ ഒരു പ്രത്യേക ആകൃതിയിൽ തീ ആളിക്കത്തുകയാണെന്നേ തോന്നും. അപ്പോൾ ഇതൊക്കെ നടന്ന് കാണുക, എന്നിട്ട് വൈകുന്നേരം വരിക. അർജുനനും കൂടി വന്നതോടുകൂടി ഭീമനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാതെയായി ധർമ്മപുത്രർ. ഇതെല്ലാം നടന്ന് ഇപ്പോൾ ഇതുപോലത്തെ ഒരു മരം കാണുമ്പോൾ, ഇങ്ങനെ അതിമനോഹരമായി നിൽക്കുന്ന ഒരു മരം കാണുമ്പോൾ കാലുകൊണ്ട് ചവിട്ടി അത് മറിച്ചിടാമെന്ന് നോക്കും. കൊച്ചു മരങ്ങൾ ശരീരത്തിൻ്റെ ശക്തി പരീക്ഷിക്കുന്നതാണ്. ഇങ്ങനെ ചവിട്ടി മറിക്കും, സിംഹങ്ങളെ ഓടിക്കും, ആനയുടെ വാലയെ പിടിച്ച് വലിച്ച് ആനയെ കറക്കും. ഇങ്ങനെയുള്ള പല പണികളും ഈ പോക്കിൽ ഇദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നെ കാട്ടുപള്ളികളൊക്കെ പറിച്ചെടുക്കും, മരത്തെ കയറി ചാടും. ഈ ശരീരത്തിൻ്റെ ശക്തി എങ്ങനെയെങ്കിലും ചിലവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ നടന്ന് ഒരു പ്രത്യേക തരത്തിൽ വൃക്ഷങ്ങൾ, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, രക്തചന്ദനവും ദേവദാരുവും കൂട്ടം കൂടി നിൽക്കുന്ന ഒരു അതിമനോഹരമായ കാട് കാണും. സൂര്യപ്രകാശം കടക്കുന്ന കാടാണ്. സൂര്യപ്രകാശം കയറില്ലാത്ത അന്ധകാരാവൃതമായ കാടുമുണ്ട്. ഇത് സൂര്യപ്രകാശം വീഴുന്ന 3 തരം മരങ്ങൾ കൊണ്ടുണ്ടായ കാടാണത്. ദേവദാരു വൃക്ഷവും
രക്തചന്ദനവും കാരകിലും, അങ്ങനെ 3 തരം വൃക്ഷങ്ങൾ മാത്രം ഉണ്ടായിട്ട് ഒരു കാട്. നമുക്ക് തോന്നും അവിടെ സുഗന്ധം ഉണ്ടാകുന്നു. സുഗന്ധമൊന്നും ഉണ്ടാകില്ല. ചന്ദനത്തിൽ തൊട്ടാലും സുഗന്ധം ഉണ്ടാകില്ല. ചന്ദനമരത്തിൽ തൊട്ടാലും സുഗന്ധം ഉണ്ടാകില്ല. ചന്ദനമരം മുറിച്ചാലും അതിൻ്റെ പുറമെ അതിൻ്റെ തൊലി പൊളിച്ചു മാറ്റിയാലും സുഗന്ധം ഉണ്ടാകില്ല. എന്തിന് മാത്രമേ സുഗന്ധമുള്ളൂ? ചന്ദനത്തിൻ്റെ കാതലിന് മാത്രമേ സുഗന്ധമുള്ളൂ. കാതലെടുക്കണമെന്ന് വെച്ചാൽ പണി ഒരുപാട് ചെയ്യണമല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ വിശാലമായ ഒരു സ്ഥലം, വെറുതെ പാറക്കെട്ടുകളും ചരൽ മണ്ണുകളും, ഒരു തരത്തിലുള്ള സസ്യവും പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു ചെറിയ മരുപ്രദേശം, കണ്ണിൻ്റെ കാഴ്ചവട്ടത്തിൽ ഒതുങ്ങത്തക്ക വിധത്തിലുള്ള ഒരു ചെറിയ മരുപ്രദേശം. എന്നാൽ അതിൻ്റെ ചുറ്റിനും നല്ല നിബിഡമായ വനമാണ് താനും. സുന്ദരമായ നിബിഡമായ സൂര്യപ്രകാശം കടക്കുന്ന, തണുപ്പ് തരുന്ന, കുളിർമയുള്ള ഒരു കാട്. ആ കാടിൻ്റെ നടുക്കാണ് ഇങ്ങനെ ഒരു മരുപ്രദേശം. കാറ്റടിച്ചാൽ പൊടി പറക്കും. ആ വിധത്തിൽ മഴ പെയ്തിട്ട് വളരെ കാലമായി എന്ന് തോന്നുന്ന, ആ കാടിന് താഴത്ത് നിന്നാൽ തണുപ്പുണ്ട്. അങ്ങനെ ചൂടുള്ള ഒരു മരുപ്രദേശം. അപ്പോൾ ഭീമന് വലിയ കൗതുകം തോന്നി. ഇതെന്താ ഇങ്ങനെ ഒരു പ്രദേശം? ഇവിടെ മാത്രം ഇങ്ങനെ ചെറിയൊരു മലയുമുണ്ട് അവിടെ. ചെന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങോട്ട് ചെന്നു. ഈ മലയുടെ അവിടെ ചെന്ന് കാലുകൊണ്ടൊക്കെ തട്ടി നോക്കി, ഒരു പാറയെടുത്ത് ഇടിച്ച് നോക്കി. പാറ കൊണ്ട് ഇതിലിടിച്ചു കഴിഞ്ഞപ്പോൾ ഘോരാകാരനായ ഒരു പെരും സർപ്പം പുറത്തേക്ക് തലനീട്ടി. ഒറ്റപ്പെടുത്തമാണ് ഭീമന്. അപ്പോൾ സർപ്പത്തിൽ നിന്ന് ഭീമന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിടിച്ചതോടുകൂടി ശരീരത്തിൻ്റെ ശക്തി മുഴുവൻ പോയി. വാ കൊണ്ട് കടന്ന് പിടിച്ചതോടുകൂടി ശരീരത്തിൻ്റെ ശക്തി മുഴുവനും പോയി. ശക്തിയില്ലാതെ ആ ശരീരത്തിന്. ശരീരം ഒരു ഭാരമായിട്ട് തോന്നി. ഗദയും വില്ലും അമ്പും ഒക്കെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. എന്നിട്ട് സർപ്പം മനുഷ്യ ശബ്ദത്തിൽ ചോദിച്ചു, നീ ആരായി ഈ വിജനപ്രദേശത്ത് വന്ന് എന്നെ ശല്യപ്പെടുത്തിയവൻ? ഇവിടെ വരുന്നവരെ ഭക്ഷിക്കുക എന്നതാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല ഒരു ഭക്ഷണ സാധനമാണ് ഇന്നെനിക്ക് കിട്ടിയത്. ഇതുപോലൊരു മനുഷ്യനെ ഇതിനു മുമ്പ് എനിക്ക്, ജന്തുവിനെയോ ഇതിനു മുമ്പ് എനിക്ക് ഭക്ഷിക്കാൻ കിട്ടിയിട്ടില്ല. ഞാനാണെങ്കിൽ 2 ദിവസമായി പട്ടിണിയുമാണ്. ഇപ്പോൾ ഭീമന് സംസാരിക്കാൻ വയ്യ. അപ്പോൾ തോന്നി ഈ ശക്തി ഇങ്ങനെ പോവുക, സംസാരിക്കാൻ വയ്യാതാവുക. അങ്ങനെയൊക്കെ വന്നപ്പോൾ തോന്നി ഇത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള, സാധാരണ തരത്തിലുള്ളൊരു പാമ്പായിരിക്കില്ല, ദിവ്യശക്തിയുള്ള പാമ്പായിരിക്കും. അപ്പോൾ സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല എന്ന് പാമ്പിന് മനസ്സിലായപ്പോൾ പറഞ്ഞു, നിനക്ക് സംസാരിക്കാനുള്ള ശക്തി ഞാൻ തരാം, നീ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. നിൻ്റെ ആയുധങ്ങളുണ്ടെന്നും ഒരു കാര്യവുമില്ല എൻ്റെ അടുത്ത്. നിന്നെ ഞാൻ തിന്നുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് സംശയമൊന്നും വേണ്ട. നിനക്ക് പറയാനുള്ളത് പറഞ്ഞു, അത് കേട്ടിട്ട് തിന്നാൻ നിന്നെ. അപ്പോൾ പറഞ്ഞു, ഞാൻ വായുപുത്രനായ പാണ്ഡവനാണ്. ധർമ്മപുത്രരെ കേട്ടിട്ടുണ്ടാകുമല്ലോ? കേട്ടിട്ടുണ്ട്. ആ ധർമ്മപുത്രരുടെ അനുജനായ വായുപുത്രനായ ഭീമനാണ് ഞാൻ. പാണ്ഡവനുമാണ്. അത്രയേ ഉള്ളൂ. അപ്പം തിന്നാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഞാനോട് തിന്നേക്കാളും വലിയ എന്തോ വലിയ കാര്യം നീ പറയാൻ പോകുന്നു. അപ്പോൾ നിന്നെ തിന്നാം. പക്ഷെ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം അങ്ങ് പറഞ്ഞു തന്നേക്കാം. അതുകൊണ്ട് നിന്നെ തിന്നാതിരിക്കാനുള്ള ബാധ്യതയും എനിക്കുണ്ട്. പക്ഷേ വംശസന്തതിയെ വിശപ്പ് സഹിക്കാൻ വയ്യ എനിക്ക്. പിന്നെ എനിക്കിവിടെ നിന്ന് അനങ്ങാനും വയ്യ. അതുകൊണ്ട് നിന്നെ തിന്നുകയില്ലാതെ മാർഗമൊന്നുമില്ല. നീ എൻ്റെ വംശസന്തതിയാണ്. ഞാൻ നിൻ്റെ വംശമുണ്ടല്ലോ, സോമവംശം, ചന്ദ്രവംശം. ആ സോമവംശം തുടങ്ങിയിട്ട് 5ാമത്തെ ആളായിരുന്നു ഞാൻ. എൻ്റെ പേര് പറഞ്ഞാൽ നീ കേട്ട് കാണും എന്നെക്കുറിച്ച്. എങ്കിൽ പേര് പറയൂ, ഞാൻ കേൾക്കട്ടെ. നഹുഷൻ എന്നാണ് എൻ്റെ പേര്. കേട്ടിട്ടുണ്ടോ നഹുഷൻ എന്ന പേര്? കേട്ടിട്ടുണ്ട്. ആയുസിൻ്റെ പുത്രനായ നഹുഷൻ, നഹുഷൻ്റെ പുത്രനായ യയാതി. അപ്പോൾ നിനക്ക് വംശചരിത്രം അറിയാം. ആര് പഠിപ്പിച്ചു നിന്നെ വംശചരിത്രം? ഇത് ഞങ്ങൾ പഠിക്കാറുണ്ട് സാധാരണ തന്നെ. നല്ല കാര്യം. അപ്പോൾ വംശത്തെ ഓർത്തിരിക്കാൻ അത് സഹായിക്കും. പക്ഷേ നിൻ്റെ വംശപിതാവായ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നിന്നെ ഞാനങ്ങ് വിഴുങ്ങും. ഇങ്ങോട്ട് ചെന്നാൽ പിന്നെ നീ ചെല്ലുന്നപടി അലിഞ്ഞ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരും.
നിനക്ക് 10,000 ആനയുടെ ബലമുണ്ടെന്നൊക്കെയാണല്ലോ നിൻ്റെ ഒരു ധാരണ. അതൊന്നും കൊണ്ടൊരു കാര്യമില്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളതിന് ഉദാഹരണമാണല്ലോ നീ തന്നെ എൻ്റെ വായിലകപ്പെട്ട് അനങ്ങാൻ വയ്യാതെ വന്നത്. അതുകൊണ്ട് നിന്നെ ഞാൻ തിന്നാൻ പോവുകയാണ്. നിനക്കെന്തെങ്കിലും അന്ത്യാഭിലാഷങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ ഭീമൻ ചുണുങ്ങിക്കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമാണേ. എവിടെയെങ്കിലും ഈ ഭീമൻ കരഞ്ഞ വൃത്താന്തം ഇതിനു മുമ്പില്ല. അപ്പോൾ ഇതിന് ചോദിച്ചു, അയ്യേ നീ എന്താ സ്ത്രീകളെ പോലെ കരയുന്നത്? കരച്ചിലൊക്കെ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേടൂ. താൻ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറയും. അല്ലേ എൻ്റെ അമ്മ. പൊതുവെ വിചാരിക്കേണ്ടല്ലോ പാഞ്ചാലിയെ ഓർത്ത് കരയുകയാണ്. പാഞ്ചാലിക്ക് ഒരു ഭർത്താവ് കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അങ്ങനെയല്ല. എൻ്റെ അമ്മ വിതുരൻ്റെ ആശ്രമത്തിൽ താമസിക്കുകയാണ് കൊട്ടാര വളപ്പിൽ. എന്നെ ആശ്രയിച്ച് ആണ് മറ്റ് 4 സഹോദരന്മാരുടെ ജീവൻ നിലനിൽക്കും എന്ന് അമ്മ വിചാരിക്കുന്നത്. അമ്മ ജനിച്ച കാലം മുതലേ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് വളർന്ന സ്ത്രീയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാമ്പ് മൂപ്പിലാൻ. ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ച് രാജാക്കന്മാരാവുന്നത് കാണണം എന്ന് വിചാരിച്ച് അത് സ്വപ്നവും കണ്ട് അമ്മ സമാധാനമായിട്ട് അതേ സമയത്ത് തന്നെ ദുഃഖത്തോടുകൂടിയും എല്ലാ ദിവസവും കണ്ണീർ വാർത്തും അമ്മ കഴിഞ്ഞുകൂടുകയാണ്. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എൻ്റെ അമ്മ എങ്ങനെ സഹിക്കും? അതിന് നീ മരിക്കുന്നില്ലല്ലോ. നീ എൻ്റെ ശരീരത്തിൽ എൻ്റെ മാംസമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അല്ല, അങ്ങയുടെ മാംസത്തിലിരുന്നു കൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ സഹായിക്കാനൊക്കുമോ? എൻ്റെ സഹോദരന്മാരെ സഹായിക്കാനൊക്കുമോ? എൻ്റെ കുടുംബം നടത്താനൊക്കുമോ? രാജ്യം ഭരിക്കാനൊക്കുമോ? ധർമ്മപുത്രരുടെ മന്ത്രിയായിട്ടിരിക്കാനൊക്കുമോ അങ്ങയുടെ ശരീരത്തിലിരുന്നുകൊണ്ട്? അതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അതൊന്നും സാരമില്ലടൂ. വേറെ 4 സഹോദരന്മാരുണ്ടല്ലോ. അർജുനൻ ഇപ്പോൾ സ്വർഗത്ത് പോയിട്ട് ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുകയല്ലേ, പുതിയ ആയുധങ്ങളുമൊക്കെ ആയിട്ട് അമേരിക്കയായിട്ട് പുതിയ കരാറുണ്ടാക്കി അവിടെ നിന്ന് പുതിയ ആയുധങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം വന്നിരിക്കുകയല്ലേ. ആയുധരവാടനുള്ള കരാറിലൊക്കെ ഒപ്പുവെച്ചിട്ട് സാരമില്ല, അതൊക്കെ അവർ ശരിയാക്കിക്കോളും. തൻ്റെ സഹായമൊന്നും വേണ്ട. തൻ്റെ സഹായമില്ലാതെയാണല്ലോ ഇതുവരെ ഈ സോമവംശം പുലർന്നു പോകുന്നത്. പിന്നെ താൻ സോമവംശത്തിലെ ആരുമല്ല. നിങ്ങളൊക്കെ അവിടെ അവിഹിതമായി അതിക്രമിച്ച് കിടന്ന ആളുകളാണ്. എൻ്റെ വംശമാണ് സോമവംശം. നിങ്ങൾക്ക് അവിടെ എന്ത് കാര്യമിരിക്കുന്നു? അത് ശന്തനുവിനോടുകൂടി സോമവംശം തീർന്നുപോയി. നിങ്ങളൊക്കെ ആ മുനിയുണ്ടല്ലോ വ്യാസൻ, അയാളുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ്. അല്ലാതെ സോമവംശം പണ്ടേ അന്യം നിന്ന് പോയിരിക്കുന്നു എന്ന് പറയും. അന്യം നിന്ന് പോകാതിരിക്കാനാണല്ലോ ശാന്തനു, എൻ്റെ പേരക്കുട്ടികൾ ഒരുവനായ ശാന്തനു പോയി സത്യവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് എങ്ങനെ ഇരിക്കണു? ഇപ്പം അന്യം നിന്നില്ലേ. അപ്പം അതിലൊന്നും ഭീമന് വലിയ ശ്രദ്ധയില്ല. എന്നെ വിടാമെങ്കിൽ ഞാൻ ആനയെ കൊന്നുകൊണ്ടുവന്ന് തരാം, പൂനയെ കൊന്നുകൊണ്ടുവന്ന് തരാം, പുലിയെ കൊന്നുകൊണ്ടുവന്ന് തരാം. ഈ കാട്ടിലുള്ള സർവ്വമൃഗങ്ങളെ എല്ലാ ദിവസവും ഞാൻ കൊന്നുകൊണ്ടുവന്ന് എത്തിക്കാം. ഇവിടെ നിന്ന് അങ്ങേക്ക് അനങ്ങാൻ വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ടോ, എനിക്ക് തന്നെ മതി. തന്നെ ഞാൻ വിടില്ല. അതിനുവേണ്ടി താൻ വെറുതെ സംസാരിച്ച് നേരം കളയണ്ട, അടങ്ങി അവിടെ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമന് തോന്നി ഇത്രയും വലിയ ബലവാനാണെന്ന് അഹങ്കരിച്ച് നടന്നിട്ട് ഇത് 2ാമത്തെ പരാഭവമാണ്. ജ്യേഷ്ഠനിൽ നിന്നായിരുന്നതുകൊണ്ട് ഭീമനത് കണക്കാക്കിയില്ല. ഇതിപ്പോൾ ഹനുമാൻ പിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോയില്ലല്ലോ. ഇതിപ്പോൾ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കും എന്ന് വന്നതോടുകൂടി വലിയ ആധിയായി. അല്ലേ, ഇത് ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പർവ്വത്തിലുടനീളം ഈ ഭീമനെ മാത്രം, ഭീമൻ്റെ ഈ അഭിമാനത്തിന് വ്യാസൻ ഇത്രയേറെ ആഘാതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? ദുഃഖത്തിലൂടെ ഒരു മനുഷ്യൻ്റെ കഥയില്ലായ്മയല്ല വരുന്നത്, അനുഭവത്തിൻ്റെ തീവ്രതയാണ്. പ്രത്യേകിച്ചും ഈ കരച്ചിലൂടെ. കാരണം അങ്ങനെ എല്ലായിടത്തും എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്ന ഉടനെ മാറിയിരുന്നിട്ട് അതിൻ്റെ അവിടെ വെച്ച് കരയുന്നയാളല്ല ഭീമൻ. ആ കരച്ചിലിൻ്റെ സമയം തരുമ്പോൾ ഉടനെ സന്തോഷമായിട്ട് ഇറങ്ങുന്നയാളല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ദുര്യോധനൻ അധിക്ഷേപിച്ചപ്പോൾ പോലും ബലരാമൻ അധിക്ഷേപിക്കും. ഞാൻ നിൻ്റെ ഗുരുവാണോ? അതെ. എങ്കിൽ നീ ഇതിന് മറുപടി പറയണം, നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും. മറുപടി യുക്തിപൂർവം അല്ലെങ്കിൽ എന്തുകൊണ്ട് അരയ്ക്ക് താഴെ നീ ഗത പ്രയോഗിച്ചു? പ്രയോഗിക്കാൻ അനുവാദമുണ്ടോ, വിധിയുണ്ടോ?
ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ അരയ്ക്ക് താഴെ എത്ര ശത്രുവായാലും എത്ര അധർമ്മം ചെയ്തവനാണെങ്കിലും അരയ്ക്ക് താഴെ ഗത പ്രയോഗിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം നിനക്കങ്ങനെ ഉണ്ടായി? അത് യുദ്ധത്തിൽ ശത്രുവിനെ ജയിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. യുദ്ധം തന്നെ ധർമ്മം അപകടത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ധർമ്മം അപകടത്തിലായ പിന്നെ ധർമാധർമ്മങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവനവൻ്റെ ജീവൻ മാത്രം നോക്കിയാൽ മതി. ദുര്യോധനൻ ഞാൻ 13 വർഷം കാനനവാസത്തിലും അജ്ഞാതവാസത്തിലും ആയിരുന്ന കാലത്ത് മുഴുവനും എൻ്റെ ഇരുമ്പ് പ്രതിമ ഉണ്ടാക്കി വെച്ച് ഞാൻ അങ്ങോട്ട് അടിക്കുന്നതായി സങ്കല്പിച്ച് ആയോധനം നടത്തി ശീലിച്ച് അഭ്യാസ സുദൃഢമായ പ്രയോഗ വൈദഗ്ധ്യം നേടിയ ധീരനാണ്, യോദ്ധാവാണ്. എനിക്കിത്രയും വർഷം ഒരു പരിശീലനവുമില്ല. പരിശീലനത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ തോറ്റാലോ എന്നുള്ള ഭീതി എനിക്കുണ്ടായിരുന്നു. തോക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ധർമ്മം ലംഘിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ധർമ്മം ലംഘിക്കും. ഞാനങ്ങനെ ലംഘിച്ചിട്ടുണ്ടോ? അങ്ങ് ലംഘിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങ് ലംഘിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അതെന്താ അത്? അങ്ങല്ലേ ചുരുതുളിച്ചിട്ടുണ്ടെന്ന് പലകെടുത്ത് രുക്മിണിയുടെ നിറകെട്ടടിച്ച് കൊന്നു കളഞ്ഞത്. അതിനകത്ത് എന്ത് ന്യായമുണ്ട്? കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല. അപ്പോൾ ധർമ്മം ലംഘിക്കേണ്ട സമയത്ത് ഒരു അനാശാസ്യമായ ദൃഷ്ടാന്തം സമൂഹത്തിനുണ്ടാകരുത് എന്ന് വിചാരിക്കുന്നയാളാണ് ഭീമൻ. ധർമ്മം ലംഘിച്ചേ ജയിക്കൂ എന്നാണെങ്കിൽ ധർമ്മം ലംഘിക്കും. ഇതിനാണ് സുദീർഘമായി നിലനിൽക്കേണ്ടുന്ന ധർമ്മത്തെ നിലനിർത്താൻ താൽക്കാലികമായി ഒരു ധർമ്മം പ്രയോഗിക്കും. അത് അവർ പ്രയോഗിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രയോഗിക്കുമായിരുന്നില്ല. പിന്നെ അതിന് വേറൊരു കാരണമുണ്ട് എന്ന് ഇടയ്ക്ക് കയറി കൃഷ്ണൻ പറഞ്ഞു. അത് ഭീമന് തോന്നിയില്ല. ഈ ജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ട് തോന്നാത്തതാണത്. മൈത്രേയ ശാപമുണ്ട്, അതുകൊണ്ടാണ് അടിച്ചത്. മഹർഷിമാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ് ബലരാമൻ. ഈ കാവ്യ കണ്ടാൽ മതി, അപ്പം അവിടെ നമസ്കരിക്കും. ഇതാണ് ബലരാമൻ്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ അടിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അല്ലെങ്കിൽ ബലരാമൻ ഭീമനെ കൊല്ലാൻ നിൽക്കുകയാണ്. ഭീമനെ അവിടെ രക്ഷിക്കുന്നത് കൃഷ്ണനാണ്. അപ്പോൾ ഇതിന് പരിഹാരമായി തുടയിലടിച്ച് നീ ഹതനാവട്ടെ എന്നാണ് മൈത്രേയൻ ശപിച്ചത്. അത് സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ധർമാധർമ്മങ്ങളുടെ ഒന്നും പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു ശാപം ഫലിച്ചു എന്ന് കരുതിയാൽ മതി. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. പറഞ്ഞു വാസുദേവൻ പറഞ്ഞതാണ് ശരി. പേടിയുണ്ടുള്ളിലേ. വാസുദേവൻ പറഞ്ഞതാണ് ശരി. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ന്യായവാദം ചെയ്യും ഇതിനെ സംബന്ധിച്ച് ദുര്യോധനൻ്റെ ന്യായവാദങ്ങളൊന്നും ഭീമൻ ഗവനിക്കുന്നതേയില്ല. ധർമ്മപുത്രർക്ക് സങ്കടമുണ്ടായി, ദുഃഖമുണ്ടായി. ഇയാളിങ്ങനെ കിടന്ന് നരയിക്കുന്നത് കണ്ടിട്ട് എഴുന്നേക്കാൻ വയ്യ. 2 കൈ കുത്തിയിട്ടാണ് തല ഉയർത്തി നിർത്തി സിംഹത്തിനെ പോലെ നിന്ന് ഗർജിക്കുന്നത്. ഈ സഹിക്കാൻ വയ്യാത്ത വേദനയോടുകൂടി ഒരു ചത്താലും ചാകാതെ ശരീരത്തിൽ പ്രാണൻ നിൽക്കുന്ന ദുര്യോധനൻ, ശത്രുഹന്താവായ ദുര്യോധനൻ, ശത്രുഹന്തൃത്വം എന്ന വ്യക്തിത്വം മാത്രമുള്ള ദുര്യോധനൻ. അങ്ങനെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടായി അവിടെ. അത് ധർമ്മപുത്രരെ പേടിപ്പിച്ചു കളഞ്ഞു. പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഇവൻ്റെ ചോദ്യങ്ങളിൽ സത്കർമ്മത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടല്ലോ എന്ന് ധർമ്മപുത്രർക്ക് മനസ്സിലായി. പുഷ്പവൃഷ്ടി ഉണ്ടായപ്പോൾ ദേവന്മാർ മുകളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പുഷ്പങ്ങൾ ചൊരിഞ്ഞു. ഇപ്പം അങ്ങനെ സദ്വൃത്തന്മാരെന്തെങ്കിലും ചെയ്യുമ്പോൾ ദേവന്മാർ ചൊരിയാറില്ല. പൂ തീർന്നു പോയിട്ടായിരിക്കും. എന്തോ ചൊരിയുന്നില്ല. ഇത് പുഷ്പവൃഷ്ടി ഉണ്ടായി. പുഷ്പവൃഷ്ടി ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അതൊരു സങ്കേതമാണ്, വർണ്ണനയുടെ സങ്കേതമാണ്. പുഷ്പവൃഷ്ടി ഉണ്ടായാൽ അർത്ഥം അയാൾ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന്. അപ്പോൾ സത്യമുണ്ട്. കൃഷ്ണനെ സംബന്ധിച്ച് അതിനകത്ത് സത്യമുണ്ടെന്ന്. അതിലൊരു അധർമ്മമുണ്ട്. ആ അധർമ്മത്തെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്തത്. പക്ഷേ കൃഷ്ണൻ പറഞ്ഞു, ഇതുവരെ ഈ നിമിഷം വരെ, ഈ തുട തകരുന്നത് വരെയുള്ള നിൻ്റെ ജീവിതത്തിൽ ഈ ധർമാധർമ്മ ചിന്ത എവിടെ പോയിരുന്നു? ഇപ്പം നിനക്ക് സൗകര്യത്തിന് വേണ്ടി വാദിക്കാനുള്ളതല്ല ധർമ്മവാദം.
നിൻ്റെ പ്രാണൻ പോകാൻ നേരത്ത് നിനക്ക് വാദിച്ച് സമർത്ഥിക്കാനും വിജയിക്കാനുമുള്ളതല്ല ധർമ്മവാദം. അത് ചെറുപ്പകാലം മുതൽ തന്നെ ജീവിതാന്ത്യം വരെ അനുഷ്ഠിക്കാനുള്ളതാണ്. നീ ഇതുവരെ ചെയ്ത അധർമ്മത്തിൻ്റെ ദുഷ്ഫലമാണ് ഈ ഊരുവിലെ ആഹതി എന്നങ്ങ് ധരിച്ച് സമാധാനിക്ക് എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ധർമ്മപുത്രർക്ക് അത് അത്ര അങ്ങോട്ട് ബോധ്യമായില്ല. അധർമ്മം ഉണ്ടെന്ന് തന്നെ അദ്ദേഹം ധരിച്ചു. അതുകൊണ്ട് ധർമ്മപുത്രരുടെ കണ്ണ് നിറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണ് നിറഞ്ഞിട്ടില്ലാത്ത, ഇത് പിന്നീട് വരാൻ പോകുന്നതേ ഉള്ളൂ, കണ്ണ് നിറഞ്ഞിട്ടില്ലാത്ത, കണ്ണ് നിറയാൻ സാധ്യതയില്ലാത്ത ഭീമന് അവിടെ കണ്ണ് നിറഞ്ഞതിൻ്റെ കാരണം ഇതായിരുന്നു. എപ്പോഴും ഗൂഢമായ ഒരു സ്നേഹ കൂടുതൽ അമ്മയോട് കാണിച്ചിരുന്ന ആളാണ് ഭീമൻ. ഇവിടെ ഭീമൻ നിസ്സഹായനായ ഒരു അവസ്ഥ വരുന്നു. ഭീമൻ്റെ രക്ഷയ്ക്ക് ആരും എത്തുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഭീമനിലെ ഈ അടിസ്ഥാനപരമായ വ്യക്തിത്വ വിശേഷമല്ല പുറത്തു വന്നു. പോയി. അതാർക്കാണെങ്കിലും പോകും. പിന്നെ അത് പോകാത്തത് ആർക്കായിരിക്കും? ആധ്യാത്മിക പ്രാണനുള്ളവർക്കായിരിക്കും. ശരി, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെയാണ്, ശങ്കരാചാര്യർ പറഞ്ഞ പോലെ നിങ്ങളതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളൂ. ഇതങ്ങനെയല്ല. ഭീമന് രാജ്യം പിടിച്ചെടുക്കണമെന്നുള്ളത് ഭീമൻ്റെ ലക്ഷ്യത്തിലൊന്നാണ്. ദുര്യോധനെ കൊല്ലണമെന്നുള്ളത് ഭീമൻ്റെ അതിനു മുമ്പുള്ള ലക്ഷ്യമാണ്, പ്രമുഖ ലക്ഷ്യമാണ്. അതിൻ്റെ ഉപലക്ഷ്യമാണ് രാജ്യം പിടിച്ചെടുക്കണമെന്നുള്ളത്. ഇത് രണ്ടും സാധിക്കണം. ഇത് രണ്ടും സാധിക്കാതെ മരിക്കുന്നത് അദ്ദേഹത്തിന് ദുഃഖമാണ്. പിന്നെ അമ്മയുടെ ദുഃഖം. ഈ 3 കാര്യങ്ങളാണ് ഓർത്തത്. 2 കാര്യങ്ങൾ പറഞ്ഞില്ല. 2 കാര്യങ്ങൾ മനസ്സിലിരിക്കുന്നതേ ഉള്ളൂ. 3ാമത്തെ കാര്യം പുറത്ത് പറഞ്ഞു. എന്തിനാണ്? അമ്മ എല്ലാവർക്കും ഉള്ളതാണ്. അമ്മയൊരു ദൗർബല്യമാണ്, നല്ല അമ്മയായാലും ചീത്തമ്മയായാലും. അപ്പം അമ്മയുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ വിട്ടേക്കും. അതും കുന്തിയാണ്, കുന്തി പ്രസിദ്ധയാണ്. അപ്പോൾ അമ്മയുടെ പേരിൽ പാമ്പിനെ മുതലെടുക്കാം എന്നും വിചാരിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോൾ കരഞ്ഞും പോയി. കരയത്തക്ക വിധത്തിലുള്ള ജീവിത ദുഃഖങ്ങളുള്ള ആളാണ് കുന്തി. ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആണ്. രണ്ടും ഉണ്ട് അവിടെ. ബ്ലാക്ക് മെയിൽ എന്ന് പറയാനൊക്കില്ല. ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത് തിന്മയുടെ പ്രതീകമായ ഒരു വാക്കാണ്. ഇവിടെ നിന്ന് മോചിക്കേണ്ട ആവശ്യമുണ്ട്. തൻ്റെ ശക്തി കൊണ്ട് സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ കാരുണ്യം ഉദിപ്പിക്കണം. കാരുണ്യം ഉദിപ്പിക്കുന്നതിൽ ബ്ലാക്ക് മെയിലിംഗ് ഇല്ല. മുതലെടുപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. അത് തന്നെ പറയാമോ എന്ന് സംശയമാണ്. ഏത് ജീവിയിലും കാരുണ്യം അന്തർഭൂതമായി കിടക്കുന്നു. അന്തർഭൂതമായി കിടക്കുന്ന കാരുണ്യത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു സുഹൃതമായ തന്ത്രം എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ നോക്കും. ഒരു സുഹൃതമായ തന്ത്രമാണ്. ദുഷ്കൃതമൊന്നുമില്ല അതിനകത്ത്. അമ്മയുടെ പേര് പറഞ്ഞു. അമ്മയ്ക്ക് ഞാൻ മരിച്ചാൽ ദുഃഖമുണ്ടാകുമെന്ന് പറഞ്ഞു. അമ്മ ചെറുപ്പം മുതലേ ദുഃഖം മാത്രം അനുഭവിച്ചിട്ടുള്ള സ്ത്രീയാണെന്നും പറഞ്ഞു. അതൊക്കെ നമുക്ക് അറിയാം. അതിൻ്റെ പേരിൽ വിട്ടയക്കണമെങ്കിൽ വിട്ടയക്കട്ടെ. അപ്പോൾ പാമ്പ് പറഞ്ഞു, പെരുമ്പാമ്പ് പറഞ്ഞു, അതൊന്നും കൊണ്ടും ഒരു കാര്യമില്ല, നിന്നെ ഞാൻ തിന്നും എന്ന് പറഞ്ഞു. വേറെയൊക്കെ ന്യായവാദങ്ങൾ ചെയ്തു നോക്കി. ധർമാധർമ്മങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ധർമ്മവും അധർമ്മവും ഒക്കെ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിന്നെ ഞാൻ തിന്നും. വിശപ്പിനേക്കാളും വലിയ ധർമ്മമില്ല. സ്വന്തം ജീവിതത്തെ ധരിക്കുന്നതിനേക്കാളും വലിയ ധർമ്മമില്ല. ധരിക്കുക എന്നതിൽ നിന്നാണ് ധർമ്മം ഉണ്ടായത്. അതുകൊണ്ട് നീ എന്നെ വേദാന്തമൊന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട പൊന്നുമോനെ, നിന്നെ ഞാൻ തിന്നും. അതുകൊണ്ട് തിന്നാതിരിക്കാൻ വേണ്ടി നീ ധർമ്മത്തെ കൂട്ടുപിടിക്കണ്ട. ശരീരത്തിൽ പ്രാണനെ ധരിക്കുന്നതാണ് ധർമ്മം. ശരീരത്തിൽ പ്രാണനെ ധരിക്കണമെങ്കിൽ അന്നം വേണം. അന്നം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ ശാപ്പിടാൻ പോവുകയാണ്. നിനക്ക് എതിർക്കാൻ, നിൻ്റെ കൈ പോലും നിനക്ക് അനക്കാൻ വയ്യല്ലോ. നിന്നെ തിന്നു കഴിഞ്ഞു എന്ന് തന്നെ നീ ധരിച്ചോളൂ. അതുകൊണ്ടാണ് നിനക്ക് അനങ്ങാൻ വയ്യാത്തത്. പിന്നെ എൻ്റെ പ്രഭാവം കൊണ്ട് നിനക്ക് ഞാൻ ജീവൻ തന്നു, നീ സംസാരിക്കുന്നത് കേൾക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, നിൻ്റെ സംസാരം കേട്ട് അലിഞ്ഞിട്ട് നിന്നെ വിടാനല്ല. അതൊക്കെ ഒന്ന് കേട്ട് രസിച്ചിട്ട് നിന്നെ തിന്നാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഇവർ താമസിച്ചിരുന്ന സങ്കേതത്തിൽ വിശാഖയൂപത്തിൽ, രാജ്യത്തിൻ്റെ പേരാണ്. അവിടുത്തെ കൊട്ടാരത്തിലാണോ താമസിച്ചത്, വേറെ ഏതെങ്കിലും സ്ഥലത്താണോ, ആശ്രമത്തിലാണോ എന്നൊന്നും വ്യക്തമാക്കുന്നില്ല. പല ദുർനിമിത്തങ്ങളും ഉണ്ടായി. ഇദ്ദേഹം കൂടി പാഞ്ചാലിയുടെ അടുത്ത് ചെന്നു. പറഞ്ഞു, ഭീമൻ എവിടെ എന്ന് ചോദിച്ചു. പാഞ്ചാലി പറഞ്ഞു, ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഗതയൊക്കെ എടുത്ത് നോക്കുന്ന കണ്ടു. എങ്കിൽ പുറത്ത് പോയിട്ടുണ്ടാകും. അർജുനോട് ചോദിച്ചു. അപ്പോൾ അർജുനത് ശ്രദ്ധിച്ചില്ല.
നഗരദേവന്മാരോട് ചോദിച്ചു, അവർ ശ്രദ്ധിച്ചില്ല. ഉടനെ ഇവരെല്ലാവരുമായിട്ട് ധർമ്മപുത്രർ വേഗം നാലുപാടും ഓടിപ്പടഞ്ഞ് അന്വേഷിച്ച് ഈ മരുഭൂമിയുടെ അടുത്ത് ചെന്നു. വിഴുങ്ങാൻ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭീമനെ ഒന്ന് വിഴുങ്ങി തീർക്കണമല്ലോ, അതിനാരംഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെന്ന് കാണുന്നത്. അപ്പോൾ ധർമ്മപുത്രർ ചെന്നിട്ട് ഹേ സർപ്പമേ എന്ന് വിളിച്ചു. ഉടനെ വിളിയേക്കത്തക്ക വിധത്തിലാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. പക്ഷേ സർപ്പം അനങ്ങിയില്ല. പക്ഷെ നീ ആര് എന്ന് ചോദിച്ചു. ഞാൻ ധർമ്മപുത്രർ, പാണ്ഡുപുത്രൻ. ആ, ഇവൻ്റെ ചേട്ടൻ അല്ലേ? ഇവനെ ഞാൻ തിന്നാൻ പോവുകയാണ്. എന്തായാലും നീ വന്ന് നന്നായി. നിൻ്റെ മുമ്പിൽ വെച്ച് ഉടമസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തിന്നാമല്ലോ, അതിനൊരു രസം പ്രത്യേകമാണ്. എന്നെ മനസ്സിലായോ? ഇല്ല. ഇപ്പോഴേക്കും ഭീമൻ തളർന്നു കഴിഞ്ഞിരിക്കുന്നു, സംസാരിക്കാൻ വയ്യാത്ത വിധത്തിൽ തളർന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ വംശത്തിലെ വംശകർത്താവായ പൂർവികനാണ്. നഹുഷൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഭീമൻ പറഞ്ഞതൊക്കെ തന്നെ ഇദ്ദേഹവും പറഞ്ഞു. അനേകം മാംസം തരാം, ഇദ്ദേഹം കാളമാംസം തരാം എന്ന് ഈ ഭീമൻ പറഞ്ഞതിൽ ചേർക്കാത്ത ഒന്ന് കാളയുടെ മാംസം തരാം എന്ന് പറഞ്ഞു. കാളയുടെ മാംസത്തിന് അങ്ങനെയല്ല പ്രത്യേകത ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കാളമാംസം പ്രത്യേകം പറഞ്ഞ് മോഹിപ്പിച്ചു. അതൊന്നും കൊണ്ട് എനിക്ക് വിനമതി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മാംസത്തിനൊന്നും ഇനിയിപ്പോൾ താൻ തേടി നടന്ന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ജന്തുക്കളൊക്കെ ഇവിടെ വരുത്തി തിന്നാൻ എനിക്കറിയാം. ഇപ്പോൾ നഹുഷനാണെങ്കിൽ അങ്ങേക്ക് ഇത് എന്ത് പറ്റി? എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇത്? വലിയ ധർമ്മിഷ്ഠനും വലിയ പ്രതാപശാലിയും രാജാക്കന്മാരുടെയും അധിരാജനുമായിരുന്ന അങ്ങ് ദേവേന്ദ്ര പദവിയിൽ വരെ എത്തിയിരുന്ന അങ്ങേക്ക് എന്ത് ദൗർഭാഗ്യം സിദ്ധിച്ചു? അങ്ങയുടേതുപോലെ ധർമ്മപൂർണമായ ഒരു ജീവചരിത്രം ലോകത്തിൽ ഞാൻ വേറെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതോടുകൂടി ഇദ്ദേഹം വീണു. അവന് ജീവചരിത്രം ആത്മകഥയായിട്ട് പറയാനുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ ഒരു അക്കടി വെച്ച് കൊടുത്തു. ആര്? ധർമ്മപുത്രർ. അത് ഭീമന് തോന്നിയില്ല. ഇതാണ് രാജാവിൻ്റെ തന്ത്രം.